എറണാകുളത്ത് നടക്കുന്ന നവകേരള സദസ്സിനിടെ പ്രതിഷേധിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മാറ്റിവെച്ച നവകേരള സദസ്സ് തൃക്കാക്കരയിൽ പുരോഗമിക്കുന്നതിനിടെയാണ് ഇപ്പോൾ പ്രതിഷേധവുമായി പ്രവർത്തകരെത്തിയത്. ശ്യാംകുമാർ, ആരാണ് പ്രതിഷേധിക്കുന്നത്? എന്താണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? പ്രതിഷേധിക്കുകയല്ല, മറിച്ച് കാലങ്ങളായി കളക്ടറേറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന സർഫാസി വിരുദ്ധ സമരക്കാരെ പോലീസ് അറസ്റ്റ് നിൽക്കുകയാണ്. മുഖ്യമന്ത്രി വരുമ്പോൾ സ്വാഭാവികമായും അതൊരു പ്രതിഷേധത്തിന് സാധ്യതയുണ്ടെന്ന വിവരത്തെ തുടർന്നാണ് പ്രതിഷേധക്കാരോട് ഇവിടെ നിന്ന് നീങ്ങണമെന്ന് പോലീസ് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അവരതിന് തയ്യാറായില്ല. ഇതോടെയാണ് സമരക്കാരെ ഇവിടെ നിന്ന് ബലം പ്രയോഗിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത് നിൽക്കുന്നത്. സമരസമിതി പ്രവർത്തകരെ ബസ്സിലേക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. സ്ത്രീകളെയും വൃദ്ധരായ ആളുകളെയും ഉൾപ്പെടെയാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഏതായാലും ഇവിടെ ഇപ്പോൾ അവരെ അറസ്റ്റ് ചെയ്തവരാണ് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിൽ ഏകദേശം 10-30 ആളുകൾ ഇവിടെയുണ്ട്. ആ സമരപന്തലിലുണ്ടായിരുന്ന ആളുകൾ സ്വമേധയാ പിരിഞ്ഞു പോകില്ല എന്ന് പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. കാലങ്ങളായി ബാങ്കുകളിൽ നിന്ന് കിടപ്പാടങ്ങൾ ജപ്തി ചെയ്യപ്പെട്ട ആളുകളാണ് കളക്ടറേറ്റിന് മുന്നിൽ സർഫാസി നിയമത്തിനെതിരായി സമരം ചെയ്തിരുന്നത്. ആ സമരം ചെയ്യുന്ന ആളുകളെയാണ് ഇപ്പോൾ കളക്ടറേറ്റിന് മുന്നിൽ മുഖ്യമന്ത്രി വരുമ്പോൾ സുരക്ഷാ ഭീഷണി ഉണ്ടാകും, മുഖ്യമന്ത്രിക്ക് നേരെ പ്രതിഷേധിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. ഏതായാലും ആ രീതിയിലുള്ള പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സമരക്കാർ ഇപ്പോൾ പോലീസുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നുണ്ട്. പ്രായമായ ആളുകളാണ്, പ്രത്യേകിച്ച് പ്രായമുള്ള 60 വയസ്സിന് മുകളിലുള്ള ആളുകളാണ് കൂടുതലും ഇവിടെയുള്ളത്. അത്തരം ആളുകളെയാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. ഏതായാലും മുഖ്യമന്ത്രി വരുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ഈ പ്രതിഷേധം സമ്മതിക്കില്ല എന്ന് പോലീസ് നേരത്തെ അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവരോട് പിരിഞ്ഞു പോകാൻ പറഞ്ഞിട്ട് ആവശ്യപ്പെട്ടിട്ട് സാധിക്കാത്തതിനെ തുടർന്നാണ് പോലീസ് ഇപ്പോൾ ബസ് കൊണ്ടുവന്ന് സമരക്കാരെ പൂർണ്ണമായും അറസ്റ്റ് ചെയ്യുന്നത്. പ്രായമായ ആളുകളെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങളാണ് കളക്ടറേറ്റിന് മുന്നിൽ. മുഖ്യമന്ത്രി വരുന്നതിന് ഏകദേശം 20-25 മിനിറ്റ് മാത്രം ബാക്കിയുള്ളപ്പോൾ കളക്ടറേറ്റിന്റെ പ്രധാന കവാടത്തിന് മുന്നിൽ കാണുന്നത് സ്ത്രീകളെ ഉൾപ്പെടെ ഉള്ളവരെയാണ് ഈ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. അറസ്റ്റ് ചെയ്തവരെ ഇവിടെ നിന്ന് നീക്കും. സമരക്കാരെ ഒരു കാരണവശാലും മുഖ്യമന്ത്രി വരുന്ന സമയത്ത് ഇവിടെ അനുവദിക്കില്ല എന്ന് പോലീസ് പറഞ്ഞിരുന്നു. പ്രതിഷേധ സാധ്യതയാണ് പോലീസ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് അവരോട് അറസ്റ്റ് ചെയ്തവരെ നീങ്ങാൻ ഇവിടെ നിന്ന് ആവശ്യപ്പെട്ടത്. പക്ഷേ സമരക്കാർ അതിന് തയ്യാറാകാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. ഏതായാലും കടുത്ത പ്രതിഷേധം അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയവർ ബസ്സിനുള്ളിൽ ഉൾപ്പെടെ മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും കളക്ടറേറ്റിന് മുന്നിലാണ് മുഖ്യമന്ത്രി എത്തുന്ന നവകേരള സദസ്സ് മാറ്റിവെച്ച യോഗത്തിന് മുഖ്യമന്ത്രി എത്തുന്നതിന് ഏകദേശം 20 മിനിറ്റ് മുമ്പ് പ്രതിഷേധം ഉണ്ടാകുകയും പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യുന്നത്. നേരത്തെ ഇവരോട് നീങ്ങാൻ പോലീസ് ഈ സമരപന്തലിൽ നിന്ന് നീങ്ങണം, മുഖ്യമന്ത്രി വരുമ്പോൾ ഇവിടെ പ്രതിഷേധവുമായി ഇരിക്കാൻ സമ്മതിക്കില്ല എന്ന് അവരോട് പറഞ്ഞിരുന്നു. പക്ഷെ അത് കേൾക്കാതെ സമരപന്തലിൽ തുടർന്ന ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ് പോലീസിന്റെ വിശദീകരണം. ഏതായാലും നിലവിൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് തന്നെ നീക്കുകയാണ്. അറസ്റ്റിന് സമ്മതിക്കാത്ത ആളുകളെ പോലീസ് ബസ്സിനുള്ളിലേക്ക് കയറ്റുന്നുണ്ട്. സ്ത്രീകളടക്കമുള്ള ആളുകളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തു പോകുന്നത്. ഏതായാലും പ്രായമുള്ള ആളുകൾ ഉൾപ്പെടെ സ്വന്തം കിടപ്പാടം നഷ്ടപ്പെട്ട ആളുകൾ അവർ സമരപന്തലിന് മുന്നിൽ കളക്ടറേറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആ ആളുകളെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് നീക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ കഴിഞ്ഞ ഘട്ടങ്ങളിലൊക്കെ കണ്ടതാണ് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും അടക്കം പ്രതിഷേധങ്ങളാണ് കണ്ടത്. പക്ഷേ ഇപ്പോൾ തൃക്കാക്കര മുഖ്യമന്ത്രി വരാനിരിക്കെ ജനുവിനായ സർഫാസി ആക്ടുമായി ബന്ധപ്പെട്ട്, അതായത് ബാങ്കുകൾക്ക് അവരുടെ സ്വത്തുവകകൾ കണ്ടെടുക്കാൻ, ആരാണോ ലോൺ എടുക്കുന്നവരുടെ സ്വത്തുവകൾ കണ്ടെടുക്കാൻ അവകാശം നൽകുന്ന 2002 സർഫാക്സ് ആക്ടുമായി ബന്ധപ്പെട്ടൊരു പ്രതിഷേധം ഈ ഘട്ടത്തിൽ ഉണ്ടാകാൻ കാരണം എന്താണ് ശ്യാം? അവിടെ ഇവിടെ സർഫാസി നിയമത്തിനെതിരായിട്ട് സമരം ചെയ്യുന്ന ആളുകൾ ഇവിടെ സമരം നടത്തുന്നുണ്ട്. അവർ കളക്ടറേറ്റിന്റെ പ്രധാന ഗേറ്റിന് മുന്നിലാണ് സമരപന്തലുണ്ടാക്കി സമരം നടത്തിയിരുന്നത്. ആ സമരം തുടരുകയായിരുന്നു. അതിനിടയിലാണ് ഇന്ന് ഇവിടെ മാറ്റിവെച്ചിരുന്ന ഈ യോഗം, നവകേരള സദസ്സിന്റെ യോഗം നടക്കുന്നത്. ആ യോഗത്തിലാണ് മുഖ്യമന്ത്രി വരുന്ന സമയത്ത് ഇവിടെ പ്രതിഷേധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു അറിയിപ്പ് പോലീസിന് ലഭിച്ചതും ഇവരോട് ഇവിടെ നിന്ന് നീങ്ങാൻ ആവശ്യപ്പെടുകയും ചെയ്തത്. നേരത്തെ തന്നെ പോലീസുകാർ വന്ന് ഇവരോട് ഇവിടെ നിന്ന് മാറണം എന്നുള്ളത് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അവർ അതിന് തയ്യാറായില്ല. അതോടെയാണ് ഇവരെ അറസ്റ്റ് ചെയ്ത് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പോലീസ് തീരുമാനമെടുത്തതും ഇപ്പോൾ സ്ത്രീകളടക്കമുള്ള സമരക്കാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യുന്നത്. ഏതായാലും സമരപന്തലിലുണ്ടായിരുന്ന പ്രായമായ ആളുകളും വൃദ്ധരുമടക്കം എല്ലാവരും 50 വയസ്സിനും 60 വയസ്സിനും ഒക്കെ മുകളിലുള്ള ആളുകളാണ്. അത്തരക്കാരെയാണ് പൂർണ്ണമായും ഇപ്പോൾ ഇവിടെ നിന്ന് നീക്കുന്നത്. ഏതായാലും അവർ ഇവിടെ പ്രതിഷേധിച്ച ആളുകളെ അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. സ്ത്രീകളടക്കമുള്ളവർ, വൃദ്ധരായ ആളുകളടക്കമുള്ളവർ ആ ബസ്സിനുള്ളിലുണ്ട്. ഏതായാലും ബലം പ്രയോഗിച്ച് തന്നെ അവരെ ഇവിടെ നിന്ന് പോലീസിന് നീക്കേണ്ടി വന്നിരിക്കുന്നു. അറസ്റ്റ് ചെയ്തവരെ ബസ്സിനുള്ളിലേക്ക് കയറ്റി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കളക്ടറേറ്റിന്റെ മുന്നിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ എത്തുന്നതിന് മുമ്പ് ആണ് ഇവിടെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. ഏതായാലും സമരത്തിൽ പങ്കെടുത്ത മാറി നിൽക്കുന്ന ആളുകളെ
ഉൾപ്പെടെ സമരത്തിൽ പങ്കെടുത്ത് മാറി നിൽക്കുന്ന ആളുകളെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ നേരത്തെ ഇവരോട് പറഞ്ഞിരുന്നു, അവരെയും വീണ്ടും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മാറി നിൽക്കുന്ന ആളുകൾ, പ്രായമായ ആളുകളുണ്ട്, സ്ത്രീകളുണ്ട്, അത്തരക്കാരെ മാറി നിൽക്കുന്നവരെ വീണ്ടും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതിനാണ് ശ്രമിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ കാണിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരെയും, സമരപന്തലുണ്ടായിരുന്ന എല്ലാവരെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള അറസ്റ്റ് നടപടികളാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഏകദേശം പ്രായമായ ആളുകൾ ഉൾപ്പെടെയുള്ളവരെയാണ് അങ്ങോട്ട് മാറി നിൽക്കുന്നവരെ, സമരപന്തലിൽ നിന്ന് അറസ്റ്റ് ഉണ്ടായപ്പോൾ മാറി നിൽക്കുന്ന ആളുകളെ ഉൾപ്പെടെ വനിതാ പോലീസുകാർ ചെന്ന് ബലമായി തന്നെ അവരെ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്തുകൊണ്ട് നീക്കുകയാണ്. ഏതായാലും മുഖ്യമന്ത്രി വരുന്ന ഒരു സാഹചര്യമാണ്. പോലീസ് പറയുന്ന സുരക്ഷാ പ്രശ്നം, ആ പ്രശ്നത്തിനാണ് സ്വന്തം കിടപ്പാടം പോലും നഷ്ടപ്പെട്ട് സമരം ആയി തെരുവിലുണ്ടായിരുന്ന ആളുകളെ ബലമായി ഇപ്പോൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. അവിടെ നിന്ന് മാറാൻ ആവശ്യപ്പെട്ടിട്ട് മാറിയില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്ന ന്യായം. ഏതായാലും സമരക്കാരെ പൂർണ്ണമായും ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ നവകേരള സദസ്സിന്റെ ഭാഗമായി എത്തേണ്ട പ്രധാന വേദിയുടെ മുൻവശത്താണ് സമരക്കാരെ പൂർണ്ണമായും ഇപ്പോൾ പോലീസ് എത്തി അറസ്റ്റ് ചെയ്ത് നിൽക്കുന്നത്. ശ്യാം, ഞാൻ മനസ്സിലാക്കുന്നത് കളക്ടറേറ്റിന് മുമ്പിൽ സർഫാസി ആക്ടുമായി ബന്ധപ്പെട്ട് ദിവസങ്ങളോളം മാസങ്ങളോളം പ്രതിഷേധിച്ചവർ മുഖ്യമന്ത്രി വരുന്നതനുസരിച്ച് അവരുടെ പ്രതിഷേധം അറിയിക്കാൻ എത്തിയതാണെന്ന് മനസ്സിലാക്കുന്നു. കൂടുതലും സ്ത്രീകളാണ്, നിരാലംബരായ ആളുകളാണ്. നമുക്കറിയുന്നത് പോലെ തന്നെ ബാങ്കുകൾക്ക് ജപ്തി നടപടികൾക്ക് വേഗം കൂട്ടാൻ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജപ്തി ചെയ്യാൻ ഉതകുന്ന നിയമമിറക്കിയ സർഫാസി ആക്ടിനെതിരെ വലിയ പ്രതിഷേധം പല ഘട്ടങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇടത് സർക്കാരിന്റെ കാലത്തും അതേ പ്രതിഷേധം തുടരുന്നു. ശ്യാം, പ്രതികരണമാണെന്ന് തോന്നുന്നു അല്ലേ? ശ്യാംകുമാർ, അങ്ങനെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണെന്ന് തോന്നുന്നു. കസ്റ്റഡിയിലെടുത്തവർ പോലീസ് വാഹനത്തിനുള്ളിലും സംസാരിക്കുന്നു, പ്രതിഷേധം തുടരുന്നു. ശ്യാം, എന്താണ് ഇപ്പോഴത്തെ വിശദാംശങ്ങൾ? പക്ഷേ മുഖ്യമന്ത്രി രണ്ടാമത് അധികാരത്തിൽ കയറിയപ്പോ സാധാരണ ജനങ്ങൾ കിടപ്പാടം ജപ്തി ചെയ്യുമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അറസ്റ്റ് ചെയ്ത ആളുകളെ കൊണ്ടുപോവുകയാണ്. അവർ വലിയ പ്രതിഷേധം വാഹനത്തിനുള്ളിലിരുന്ന് പ്രകടിപ്പിക്കുന്നുണ്ട്. അവരെ ഇവിടെ നിന്ന് നീക്കുന്ന ദൃശ്യം. ഏകാധിപതി പിണറായിയുടെ ഭരണം അവസാനിപ്പിക്കുക. പിണറായി ഫാസിസ്റ്റാണ്, നവഫാസിസ്റ്റാണ്. ജനാധിപത്യ രീതിയിൽ സമരം ചെയ്യാനുള്ള ജനങ്ങളുടെ മൗലിക അവകാശത്തെ ഖനിക്കുന്ന പിണറായിയുടെ ഫാസിസം അവസാനിപ്പിക്കുക. നേരത്തെ നിശ്ചയിച്ചിരുന്ന, പിന്നീട് രാജേന്ദ്രന്റെ മരണത്തോട് മാറ്റിവെച്ചിരുന്ന നവകേരള സദസ്സ് ഇന്ന് എറണാകുളത്ത് 4 മണ്ഡലങ്ങൾ തുടരുന്നതിനിടെ തൃക്കാക്കരയിലാണ് സർഫാസി ആക്ടുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം നടത്തുന്നവർ മുഖ്യമന്ത്രിയും മന്ത്രിമാരും വരുന്ന സദസ്സിലേക്ക് പ്രതിഷേധവുമായി എത്തിയത്. അവർ എത്തുന്നതിന് മുമ്പ് തന്നെ അവരേക്ക് പ്രതിഷേധക്കാരെ പോലീസ് അവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.